ഹായ് ഫ്രണ്ട്സ്, ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം എന്ന് പറയുന്ന 10ാം ക്ലാസ്സിലെ സോഷ്യലിലെ 8ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ വലിയൊരു ചാപ്റ്ററാണ്. ഓക്കെ, മത്സര പരീക്ഷകൾക്കും എക്സാമിനൊക്കെ വളരെ ഇമ്പോർട്ടൻസോട് കൂടി നമ്മൾ പഠിക്കേണ്ട ഒരു ചാപ്റ്ററാണ് ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം എന്ന് പറയുന്നത്. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഒട്ടനവധി ചിത്രങ്ങൾ നമുക്ക് കാണാം. ഒരു കൃഷിയുമായി ബന്ധപ്പെട്ടത്, ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട റോഡ്, അതുപോലെ തന്നെ റെയിൽവേ, വിമാനം, കപ്പൽ, അല്ലേ, അതുപോലെ തന്നെ അങ്ങനെ ഗതാഗത മാർഗ്ഗങ്ങൾ പലതും നമുക്ക് കാണാം. ഓക്കെ, ഇന്ത്യയുടെ വികസനത്തിന് നിദാനമായ ചില മേഖലകളുണ്ട്. ഓക്കെ, അതിലൊന്നാണ് കൃഷി, അല്ലേ. വൈവിധ്യമാർന്ന ഈ മനുഷ്യപ്രവർത്തനങ്ങളെ ഇന്ത്യയുടെ ഭൗതിക സവിശേഷതകൾ ഗണ്യമായി സ്വാധീനിക്കുന്നുണ്ട്. ഇന്ത്യയുടെ ഭൗതിക സവിശേഷതകളെക്കുറിച്ച് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണ്? ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓക്കെ, കാലാവസ്ഥ, മണ്ണിനങ്ങൾ തുടങ്ങിയവയാണ് നമ്മുടെ വിഭവ സമൃദ്ധിക്ക് ആധാരം. ഓക്കെ, നമ്മുടെ വിഭവ സമൃദ്ധിക്ക് ആധാരം എന്തൊക്കെയാണ്? നമ്മുടെ മണ്ണിനങ്ങളെ, കാലാവസ്ഥ, അതുപോലെ ഭൂപ്രകൃതി, ഇതൊക്കെ നമ്മുടെ ഒരു എക്കണോമിക്കലായിട്ടുള്ള, അഗ്രികൾച്ചർ ആയിട്ടുള്ള, ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രാജ്യ പുരോഗതിക്ക് വിഭവ ലഭ്യതയെപ്പോലെ പ്രധാനമാണ് വിഭവ വിനിയോഗവും. അപ്പോൾ ഈ വിഭവങ്ങൾ ഉണ്ടായാൽ മാത്രം പോരാ, ആ വിഭവങ്ങൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് വിനിയോഗിക്കണം, കൃത്യമായിട്ട് ഉപയോഗിക്കണം. അപ്പോൾ മാത്രമേ എന്താണ് ഒരു എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഉണ്ടാവും, ഒരു എക്കണോമിക് പ്രോഗ്രസ് ഉണ്ടാവും. ശരിയല്ലേ? അങ്ങനെ ഈ വിഭവ വിനിയോഗം ഏതൊക്കെ മേഖലയിലെ കൃഷി, ഖനനം, വ്യവസായം, ഗതാഗതം എന്നിങ്ങനെ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ സ്വാധീനിക്കുന്ന വിവിധ മേഖലകളുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ നമുക്ക് ഈ പാഠത്തിലൂടെ പഠിക്കാം. അപ്പോൾ ഈ പാഠം എന്ന് പറഞ്ഞാൽ ഒരു വലിയ പാഠമാണ്, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നോക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ വിഭവങ്ങൾ ഉണ്ടായാൽ മാത്രം പോരാ, ആ വിഭവങ്ങൾ കൃത്യമായി വിനിയോഗിക്കണം. അപ്പോൾ മാത്രമേ ഒരു പുരോഗതി ഉണ്ടാകൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. കൃഷിയും അതുപോലെ തന്നെ കൃഷി അധിഷ്ഠിത വ്യവസായങ്ങളും, അഗ്രികൾച്ചറൽ ആൻഡ് അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രീസ്, എന്താ അതിനെക്കുറിച്ച് പറയാനുള്ളത്? ഇന്ത്യ ഒരു കാർഷിക രാജ്യമാണ്. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു കാർഷിക രാജ്യമാണ്. ജനസംഖ്യയിൽ 2/3 ജനങ്ങളും കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. അപ്പോൾ ഭൂരിഭാഗം ആളുകളും അതായത് 3/2 ആളുകൾ, 2/3 ആളുകളും, ഓക്കെ, 2/3 ജനങ്ങളും കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. ഓക്കെ, ഭക്ഷ്യവിളകൾ കൂടാതെ ചില വ്യവസായങ്ങളുടെ, അസംസ്കൃത വസ്തുക്കളുടെയും കാർഷിക മേഖലയിൽ നിന്ന് ലഭിക്കുന്നു. വൈവിധ്യമാർന്ന കാർഷിക വിളകൾ ഇന്ത്യയുടെ സവിശേഷതയാണ്. ഓക്കെ, വ്യത്യസ്തങ്ങളായ കാർഷിക വിളകൾ ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നതിന് സഹായകമായ ഭൂമിശാസ്ത്ര ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എല്ലാ വിളകളുടെയും വളർച്ചയ്ക്ക് ആവശ്യമായ കാലാവസ്ഥാ സാഹചര്യങ്ങൾ ഒരുപോലെയല്ല. നമ്മുടെ കാലാവസ്ഥയ്ക്കനുസരിച്ച് പല കാർഷിക കാലങ്ങളുണ്ട് നമുക്ക്. ആ കാർഷിക കാലങ്ങളാണ് ഏതൊക്കെ? അതാണ് ഖാരിഫ് കാലം, ഓക്കെ, റാബി കാലം, അതുപോലെ സെയ്ദ് കാലം. ഓക്കെ, കാർഷിക കാലങ്ങളാണ്. ഈ റാബി അല്ലെങ്കിൽ ഖാരിഫ് എന്ന് പറയുന്നതിൻ്റെ വിളയിറക്കൽ കാലം എന്ന് പറഞ്ഞാൽ ജൂണാണ്. മൺസൂണിൻ്റെ ആരംഭത്തോടു കൂടി വിളയിറക്കുന്നു. വിളവെടുപ്പ് കാലം എന്ന് പറയുന്നത് നവംബർ ആദ്യവാരം അല്ലെങ്കിൽ മൺസൂണിൻ്റെ അവസാനത്തോടു കൂടി വിളവെടുക്കുന്നു. പ്രധാനമായിട്ടുള്ള ഖാരിഫ് വിളകളാണ് നെല്ല്, ചോളം, പരുത്തി, തിനവിളകൾ, ചണം, കരിമ്പ്, നിലക്കടല. നെല്ല്, ചോളം, പരുത്തി, തിനവിളകൾ, ചണം, കരിമ്പ്, നിലക്കടല, അത് ചോദ്യമാണ്. അതുപോലെ തന്നെ റാബി വിളകൾ, റാബി എന്ന് പറയുന്നത് വേറൊരു കാർഷിക കാലമാണ്. അത് വിളയിറക്കുന്ന കാലം നവംബർ മധ്യം, അതായത് ശൈത്യകാലത്തിൻ്റെ ആരംഭത്തോടു കൂടി, അതായത് നമ്മുടെ തണുപ്പ് കാലം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് നവംബറിൻ്റെ മധ്യം, ശൈത്യകാലത്തിൻ്റെ ആരംഭത്തോടു കൂടി, അതിന് മാർച്ച്, വേനലിൻ്റെ ആരംഭം. ഓക്കെ, മാർച്ച് എപ്പോഴാണ് വിളവെടുപ്പ്? വേനലിൻ്റെ ആരംഭത്തോടു കൂടി വിളവെടുക്കുന്നു. ഗോതമ്പ്, പുകയില, കടുക്, പയർവർഗ്ഗങ്ങളാണ് ഉദാഹരണം. സെയ്ദ് എന്ന് പറയുന്നത് എന്താണ്? വിളയിറക്കൽ കാലം മാർച്ച്, വേനലിൻ്റെ ആരംഭത്തോടു കൂടി വിളയിറക്കൽ കാലം. അതിന് വിളവെടുപ്പ് കാലം ജൂൺ, മൺസൂണിൻ്റെ ആരംഭത്തോടു കൂടി വിളവെടുക്കുന്നു. ആ സെയ്ദ് വിളയ്ക്ക് ഉദാഹരണമാണ് പഴങ്ങളും പച്ചക്കറികളും. അപ്പോൾ 3 കാർഷിക കാലങ്ങൾ. ആ കാർഷിക കാലങ്ങൾ ഏതൊക്കെയാണ്? ഖാരിഫ്, റാബി, സെയ്ദ്. വിളയിറക്കൽ ഖാരിഫിൻ്റെ ജൂണിലാണ്, വിളവെടുപ്പ് നവംബറിലാണ്. അതായത് മൺസൂണിൻ്റെ ആരംഭത്തിൽ വിളയിറക്കി മൺസൂൺ അവസാനത്തോടുകൂടി വിളവെടുക്കുന്നു. പ്രധാന ഖാരിഫ് വിളകൾ ഏതൊക്കെയാണ്? നെല്ല്, ചോളം, പരുത്തി, തിനവിളകൾ, ചണം, കരിമ്പ്, നിലക്കടല. ചോദ്യങ്ങൾ വന്നു കണ്ടിട്ടുണ്ട്. റാബി എന്ന് പറയുന്നത് ശൈത്യകാലത്തിൻ്റെ ആരംഭത്തോടു കൂടി വിളയിറക്കുന്നു, അതായത് നവംബർ മധ്യത്തോടു കൂടി വിളവിറക്കുന്നു. വിളവെടുപ്പ് കാലം മാർച്ച്, വേനലിൻ്റെ ആരംഭത്തോടു കൂടി വിളവെടുക്കുന്നു. ഉദാഹരണം ഗോതമ്പ്, പുകയില, കടുക്, പയർവർഗ്ഗങ്ങൾ. ഗോതമ്പ്, പുകയില, കടുക്, പയർവർഗ്ഗങ്ങൾ. സെയ്ദ് മാർച്ച്, അതായത് വേനലിൻ്റെ ആരംഭത്തോടു കൂടി വിളയിറക്കുന്ന കാലം. വിളവെടുപ്പ് കാലം ജൂൺ, മൺസൂണിൻ്റെ ആരംഭം. പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികളൊക്കെ. ഓക്കെ, ഇനി ചെറുധാന്യങ്ങളെയാണ് തിനവിളകൾ എന്ന് വിളിക്കുന്നത്. ചെറുധാന്യങ്ങളെയാണ് തിനവിളകൾ എന്ന് വിളിക്കുന്നത്. ഭക്ഷ്യധാന്യങ്ങൾ ഉൾപ്പെടുന്ന ജോവർ, ബജ്ര, റാഗി ഇവയെല്ലാം തിനവിളകളാണ് അല്ലെങ്കിൽ മില്ലറ്റാണ്. ഏതൊക്കെയാണ്? ഓക്കെ, ജോവർ, ബജ്ര, റാഗി എന്നിവ തിനവിളകളാണ്. ഓർത്തിരിക്കുക. 3 കാർഷിക കാലങ്ങൾ ഇന്ത്യയിലുണ്ട്. ഈ കാർഷിക കാലങ്ങളെ അടിസ്ഥാനമാക്കി കാർഷിക വിളകളെ വർഗീകരിച്ചിട്ടുണ്ട്. അവയാണ് നമ്മൾ നോക്കിയത്. മില്ലറ്റ് എന്ന് പറയുന്നത് എന്താണ്? മില്ലറ്റ് എന്ന് പറഞ്ഞാൽ ചെറുധാന്യങ്ങളെയാണ് തിനവിളകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഭക്ഷ്യധാന്യങ്ങളിൽ ഉൾപ്പെടുന്ന ജോവർ, ബജ്ര, റാഗി എന്നിവ തിനവിളകളാണ്. ഓർത്തിരിക്കുക. ഇനി
എന്താ പറയുള്ളത്, ഓക്കെ, കാർഷിക വിളകൾ, ഇന്ത്യയിലെ കാർഷിക വിളകളെ ഭക്ഷ്യവിളകൾ, അതുപോലെ ധാന്യവിളകൾ എന്നിങ്ങനെ തരംതിരിക്കാം. ഭക്ഷ്യവിളകളെന്നും അതുപോലെ ധാന്യവിളകളെന്നും തരംതിരിക്കാം. ഭക്ഷ്യവസ്തുക്കളായി നമ്മൾ നേരിട്ട് ഉപയോഗിക്കുന്ന വിളകളാണ് ഭക്ഷ്യവിളകൾ എന്ന് പറഞ്ഞത്. എന്നാൽ വാണിജ്യ വ്യവസായിക പ്രാധാന്യമുള്ള വിളകളാണ് നാണ്യവിളകൾ. ഓക്കെ, വാണിജ്യ വ്യവസായ പ്രാധാന്യ വിളകളാണ് നാണ്യവിളകൾ. ഇന്ത്യയിലെ പ്രധാനമായ ഭക്ഷ്യവിളകൾ, അവയുടെ വിതരണം വളർച്ചയ്ക്ക് ആവശ്യമായ 3 ഓക്കെ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ കൃഷി എന്ന സംസ്കാരം, എന്തായി കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിജീവനത്തിനായി മനുഷ്യൻ മണ്ണിനെ ബോധപൂർവം പ്രയോജനപ്പെടുത്തുന്ന ഒരു സംസ്കാരമാണ് അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. അതിപുരാതന കാലം മുതൽ തന്നെ കൃഷി മനുഷ്യൻ്റെ പ്രധാന ജീവിതോപാധിയായി കണ്ടെത്തിയിട്ടുണ്ട്. അഗർ കൾച്ചർ എന്നീ 2 ലാറ്റിൻ പദമാണ്. ഇത് ചിലപ്പോൾ ഫ്രഞ്ച് പദമെന്നോ അല്ലെങ്കിൽ ഗ്രീക്ക് പദം എന്നൊക്കെ തരാം. പക്ഷേ അഗർ അതുപോലെ തന്നെ കൾച്ചർ എന്ന് പറയുന്ന 2 ലാറ്റിൻ പദത്തിൽ നിന്നാണ് അഗ്രികൾച്ചർ ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, അഗ്രികൾച്ചർ എന്ന ഇംഗ്ലീഷ് പദം, അപ്പോൾ ഇതൊരു ലാറ്റിൻ പദമാണ്. ഇതിൽ നിന്നാണ് അഗ്രികൾച്ചർ എന്ന് പറയുന്ന ഇംഗ്ലീഷ് പദം ഉണ്ടായിട്ടുള്ളത്. അഗർ എന്നത് കര എന്നും അതുപോലെ കൾച്ചർ എന്നത് കൃഷി അല്ലെങ്കിൽ കൾട്ടിവേഷൻ എന്നും അർത്ഥമാണ് ലാറ്റിൻ. അഗ്രികൾച്ചർ എന്നാൽ കൃഷി എന്നാണ് അർത്ഥം. ഓക്കെ, കാർഷിക വിളകളുടെ ഉൽപ്പാദനത്തോടൊപ്പം പുഷ്പ ഫല കൃഷി, കന്നുകാലി വളർത്തൽ, വനവൽക്കരണം, മത്സ്യകൃഷി മുതലായ പ്രവർത്തനങ്ങൾ കൃഷിയുടെ പരിധിയിൽ വരുന്നു. അപ്പോൾ ഏതൊക്കെ വരും? ഓക്കെ, കാർഷിക വിളകളുടെ ഉൽപ്പാദനം മാത്രമല്ല, പുഷ്പ ഫല കൃഷി, കന്നുകാലി വളർത്തൽ, വനവൽക്കരണം, മത്സ്യകൃഷി ഇവയെല്ലാം കൃഷിയുടെ പരിധിയിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ അഗ്രികൾച്ചർ എന്ന് പറയുന്നത് ഒരു ഇംഗ്ലീഷ് പദമാണ്. അഗർ കൾച്ചർ എന്ന് പറയുന്ന 2 ലാറ്റിൻ പദത്തിനാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്ത്യയിലെ കാർഷിക വിളകളെ ഭക്ഷ്യവിളകൾ, ധാന്യവിളകൾ എന്നിങ്ങനെ നമുക്ക് തരംതിരിക്കാം. ഇനി എന്താണ് ഈ നെല്ല് എന്ന് പറയുന്നത്? ഈ നെല്ല് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ഖാരിഫ് വിളയാണ് അല്ലേ. ഓക്കെ, നമ്മൾ നടന്നു നോക്കിയ ഒരു ഖാരിഫ് വിളയാണ്. ഇന്ത്യയിലെ മുഖ്യ ഭക്ഷ്യവിളയാണ് നെല്ല്, ഒരു ഖാരിഫ് വിളയാണ്. എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യം. ഇതിൻ്റെ താപനില എന്ന് പറയുന്നത് 24 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് ഇതിൻ്റെ താപനില വേണ്ടത്. ധാരാളം മഴ, 150 സെൻറ്റിമീറ്ററിൽ കൂടുതൽ മഴ ഈ നെൽകൃഷിക്ക് ആവശ്യമാണ്. മഴ കുറഞ്ഞ പ്രദേശങ്ങളിൽ ജലസേചന സൗകര്യത്തോടു കൂടി നെൽകൃഷി ചെയ്തു വരുന്നുണ്ട്. മഴ കുറഞ്ഞ പ്രദേശങ്ങളിൽ നിന്നാണ് ഓക്കെ ജലസേചനത്തിൻ്റെ സഹായത്തോടു കൂടി നെൽകൃഷി ചെയ്യുന്നുണ്ട്. നദീതടങ്ങളിലും തീരസമുദ്രങ്ങളിലുമെല്ലാം മുഖ്യമായും നെൽകൃഷി ചെയ്യുന്നത് സിവാലിക് പർവ്വത ചെരുവുകളുടെ തട്ടുകെട്ടായി കൃഷി ചെയ്യുന്നതും ഒക്കെ നെൽകൃഷി ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ നെല്ല് എന്ന് പറയുന്നത് ഒരു ഖാരിഫ് വിളയാണ്. എക്കൽ മണ്ണാണ് അതിന് ഏറ്റവും അനുയോജ്യം. ഉയർന്ന താപനില 24 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതിൻ്റെ മുകളിലാണ് 150 ഡിഗ്രി സെൻറ്റിമീറ്റർ കൂടുതൽ മഴ നെൽകൃഷിക്ക് ആവശ്യമാണ്. മഴ കുറഞ്ഞ പ്രദേശങ്ങളിൽ ജലസൗജന്യത്തോടു കൂടി നെൽകൃഷി ചെയ്തു വരുന്നുണ്ട്. നദീതടങ്ങളിലും തീരസമുദ്രങ്ങളിലുമെല്ലാം മുഖ്യമായി നെൽകൃഷി ചെയ്യുന്നു. സിവാലിക് പർവ്വത ചെരുവുകളിലും തട്ടുകളായി കൃഷി ചെയ്തു വരുന്നുണ്ട്. ഓക്കെ, അതപ്പോൾ നെൽകൃഷി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതിയാണ്. ഇതാണ് ഇന്ത്യയിൽ നെൽകൃഷി ചെയ്യുന്ന പ്രദേശങ്ങൾ. മെയിനായിട്ട് നോക്കുക എവിടെയൊക്കെയാണ്. ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. ഈ വെസ്റ്റ് ബംഗാളിൻ്റെ ഏരിയയിലുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ എന്നൊക്കെ പറയുന്നത് ഈ ഒരു ഏരിയയിലാണ്. പ്രധാന ഉൽപ്പാദന മേഖല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയൊക്കെ പ്രധാന ഉൽപ്പാദന മേഖലയാണ്. ഇനി നമ്മുടെ കേരളത്തിലെ ആലപ്പുഴ സൈഡിലൊക്കെ ആലപ്പുഴ സൈഡിലുണ്ടോ നമുക്ക് നോക്കി ഈ ഒരു ഫിഗർ നോക്കുമ്പോൾ കേരളത്തിലും അതുപോലെ ഒരു പ്രധാനപ്പെട്ട ഉൽപ്പാദന മേഖലയാണ്. ഒക്കെ ചെറിയ തോതിൽ ഉൽപ്പാദനമാണ് മഞ്ഞ കളർ കാണിച്ചിരിക്കുന്നത്. ഇനി അടുത്ത ഗോതമ്പ് എന്ന് പറയുന്നത് ഒരു റാബി വിളയാണ്. എപ്പോഴും ശൈത്യകാല വിളയാണ്. ഇന്ത്യയിൽ ഉൽപ്പാദനത്തിൽ 2ാം സ്ഥാനത്തുള്ള ഭക്ഷ്യവിളയാണ് ഗോതമ്പ്, റാബി വിളയാണ്. നീർവാർച്ചയുള്ള എക്കൽ മണ്ണാണ് ഗോതമ്പ് കൃഷിക്ക് വേണ്ടത്. ഓക്കെ, മുഖ്യമായും മിതോഷ്ണ മേഖലയിൽ കൃഷി ചെയ്യുന്ന വിളയ്ക്ക് 10 ഡിഗ്രി സെൽഷ്യസ്, മറ്റേത് 24 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ഒക്കെ വേണം. അതുപോലെ തന്നെ മഴ 150 സെൻറ്റിമീറ്റർ വേണം. ഇവിടെ മഴ 75 സെൻറ്റിമീറ്റർ മഴയും ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ പോയിന്റ് ഇന്ത്യയിൽ ഒരു റാബി വിളയാണ്. നീർവാർച്ചയുള്ള എക്കൽ മണ്ണാണ് ഗോതമ്പ് കൃഷിക്ക് ഉത്തമം. അതുപോലെ തന്നെ മുഖ്യമായും മിതോഷ്ണ മേഖലയിൽ കൃഷി ചെയ്യുന്ന ഈ വിളയ്ക്ക് 10 ഡിഗ്രി സെൽഷ്യസ് മുതൽ 26 ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയും 75 മീറ്റർ മഴയും ആവശ്യമാണ്. ഓർത്തിരിക്കുക. ഇനി എന്താണ് ഗോതമ്പ് കൃഷി ചെയ്യുന്ന മെയിനായിട്ടുള്ള പ്രദേശങ്ങൾ? പ്രധാന മേഖല എന്ന് പറയുന്നത് ഈ ഒരു മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ഗോതമ്പ് കൃഷി ചെയ്യുന്നത്. ശൈത്യകാല വിളയാണത്. ശൈത്യകാല വിളയായതിനാൽ മുഖ്യമായും ജലസേചനത്തെ ആശ്രയിച്ചാണ് ഇന്ത്യയിൽ ഗോതമ്പ് കൃഷി. അപ്പോൾ ഇന്ത്യയിൽ ഇത് ഒരു ശൈത്യകാല വിളയാണ്. നവംബറിൻ്റെ മധ്യത്തോടു കൂടിയാണ് ഇത് വിളവിറക്കുന്നത്. ഓക്കെ അല്ലേ, മാർച്ചിൻ്റെ ആദ്യത്തോടു കൂടിയാണ് ഇത് വിളവെടുക്കുന്നത്. അപ്പോൾ ഇതൊരു ശൈത്യകാല വിളയാണ്. അതുകൊണ്ട് തന്നെ ഇതിന് എന്താണ് കൂടുതൽ ജലസേചനം ആവശ്യമാണ്. ഇന്ത്യയിൽ ഗോതമ്പ് കൃഷി ചെയ്യുന്ന സ്ഥലങ്ങൾ നമുക്കിപ്പോൾ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ഇനി ചോളം എന്ന് പറയുന്നത് അല്ലെങ്കിൽ മൈസ് എന്ന് പറയുന്നത് എന്താണ്? ഭക്ഷ്യവിളകളുടെ ഉൽപ്പാദനത്തിൽ ഇതൊരു ഭക്ഷ്യവിളയാണ്. നെല്ല്, ഗോതമ്പ്, ചോളം എന്നൊക്കെ തോന്നി ഭക്ഷ്യവിളയാണ്. ഭക്ഷ്യവിളകളുടെ ഉൽപ്പാദനത്തിൽ ചോളത്തിന് 3ാം സ്ഥാനമാണുള്ളത്. ഉഷ്ണകാലത്തും ശൈത്യകാലത്തും ഇന്ത്യയിൽ ചോളം കൃഷി ചെയ്യുന്നുണ്ട്. ഉഷ്ണകാലത്തും ശൈത്യകാലത്തും ഇന്ത്യയിൽ ഈ ഒരു കൃഷി ചെയ്തു വരുന്നുണ്ട്. ശരി, 75 സെൻറ്റിമീറ്റർ വാർഷിക വർഷപാതം ലഭിക്കുന്ന പ്രദേശങ്ങളാണ് ഈ ഒരു ചോളം കൃഷി ചെയ്തു വരുന്നത്. നീർവാർച്ചയുള്ള ഫലഭൂയിഷ്ടമായ മണ്ണാണ് അനുയോജ്യം. മധ്യപ്രദേശ്, കർണാടക, രാജസ്ഥാൻ, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലായി മുഖ്യമായും ചോളം കൃഷി ചെയ്തു വരുന്നുണ്ട്. നെല്ല്, ഗോതമ്പ്, ചോളം എന്നിവയാണ്. കൂടാതെ ബാർലി, തിനവിളകൾ, പയർവർഗ്ഗങ്ങൾ എന്നിവയെല്ലാം ഇന്ത്യയിലെ ഭക്ഷ്യവിളകളാണ്. അപ്പോൾ ഇന്ത്യയിലുള്ള ഭക്ഷ്യവിളകൾ ഏതൊക്കെയാണ്? ഗോതമ്പുണ്ട്, നെല്ലുണ്ട്, അതിന് മൈസുണ്ട്, തിനവിളകളുണ്ട്, ചോളമുണ്ട്. ഓക്കെ, അതിന് ചോളം, അതുപോലെ ബാർലി ഉണ്ട്, തിനവിളകളുണ്ട്, പയർവർഗ്ഗങ്ങളൊക്കെ ഏതൊക്കെ ഇതിൽ വരും?
ബാർലി വരും, തിനവിളകൾ വരും, ബാർലി വരും, തിനവിളകൾ വരും, അതുപോലെ തന്നെ പയർവർഗ്ഗങ്ങൾ വരും. ഇതൊക്കെ ഭക്ഷ്യവിളകൾ വരുന്നു. ഇനി ഇന്ത്യയിലെ പ്രധാന നാണ്യവിളകൾ ഏതൊക്കെയാണ്? നാണ്യവിളകൾ നാണ്യവിളകളെ വീണ്ടും നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാണ്? നാരുവിളകളായിട്ടുള്ള പരുത്തി, അതുപോലെ തന്നെ ചണം നാരുവിളകളാണ്. പാനീയ വിളകളായിട്ടുള്ള തേയില, കാപ്പി, അതുപോലെ സുഗന്ധവിളകളായിട്ടുള്ള ഏലം, കുരുമുളക്. മറ്റു വിളകളാണ് ഇതൊക്കെ കരിമ്പ് തന്നെ റബ്ബർ എന്നിവ. അപ്പോൾ ഭക്ഷ്യവിളകളിൽ വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? നെല്ലുണ്ട്, ഗോതമ്പുണ്ട്, ചോളമുണ്ട്, തിനവിളകളുണ്ട്, അതുപോലെ ബാർലി ഉണ്ട്, അതുപോലെ തന്നെ പയർവർഗ്ഗങ്ങളുണ്ട്. ഇതൊക്കെ ഭക്ഷ്യവിളകളിൽ വരുന്ന കാര്യമാണ്. ഓക്കെ, ഭക്ഷ്യവിളകൾ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓർത്തിരിക്കുക, നെല്ല്, ഗോതമ്പ്, ചോളം, ബാർലി, തിനവിളകൾ, പയറുവർഗ്ഗങ്ങൾ ഒക്കെ ഭക്ഷ്യവിളകളാണ്. നാണ്യവിളകൾ വരുന്ന കാര്യങ്ങൾ നാരുവിളകളിലെ പരുത്തി, ചണം വരുന്നു. പാനീയ വിളകളിൽ തേയില, കാപ്പി വരുന്നു. അതുപോലെ സുഗന്ധവിളകളിലെ ഏലം, കുരുമുളക് വരുന്നു. മറ്റു വിളകളാണ് റബ്ബർ, അതുപോലെ തന്നെ കരിമ്പൊക്കെ വരുന്നത്. ഓർത്തിരിക്കുക, പരുത്തി കൃഷിയും പരുത്തി തുണി വ്യവസായവും എന്താണ്? ഇന്ത്യയിലെ പരുത്തി കൃഷി ചെയ്യുന്ന പ്രദേശങ്ങൾ പ്രധാനമായും പരുത്തി തുണി വ്യവസായ കേന്ദ്രങ്ങളാണ് ഇന്ത്യയിൽ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഏതൊക്കെ സംസ്ഥാനം? മഞ്ഞുവീഴ്ചയില്ലാത്ത വളർച്ചാക്കാലവും 20 മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള താപനിലയും ചെറിയ തോതിൽ വാർഷിക വർഷപാതവും പരുത്തി കൃഷിക്ക് ആവശ്യമാണ്. കറുത്ത മണ്ണും എക്കൽ മണ്ണും ഏറ്റവും അനുയോജ്യമാണ്. വസ്ത്രനിർമ്മാണ രംഗത്തെ ലോകവ്യാപകമായി ഉപയോഗിക്കുന്നതിനാൽ യൂണിവേഴ്സൽ ഫൈബർ എന്നാണ് പരുത്തി അറിയപ്പെടുന്നത്. ഓക്കെ, പരുത്തി ഉൽപ്പാദനത്തിൽ ഇന്ത്യക്ക് 4ാം സ്ഥാനമാണുള്ളത്. ഓക്കെ, പിന്നെ എന്താ പറയാനുള്ളത്? ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായമാണ് പരുത്തി വ്യവസായം. ഇതിൽ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായമാണ് പരുത്തി വ്യവസായം. ഇന്ത്യയിലെ ആദ്യത്തെ പരുത്തി തുണി 1818 ഓക്കെ, കൊൽക്കത്തയിലുള്ള സമീപമുള്ള ഫോർട്ട് ഗ്ലാസ്റ്ററിലാണ്. 1818 കൊൽക്കത്തയ്ക്കടുത്തുള്ള സമീപമുള്ള ഫോർട്ട് ഗ്ലാസ്റ്ററിലാണ്. എന്നാൽ വൻതോതിൽ ഉൽപ്പാദനം ആരംഭിച്ചത് 1854 മുംബൈയിലാണ്. ഓക്കെ, 1818 കൊൽക്കത്തയിൽ കൊൽക്കത്തയ്ക്ക് സമീപമുള്ള ഫോർട്ട് ഗ്ലാസ്റ്ററിൽ. ഓക്കെ, കൊൽക്കത്തയ്ക്ക് സമീപമുള്ള 1818 കൊൽക്കത്തയ്ക്ക് സമീപമുള്ള ഫോർട്ട് ഗ്ലാസ്റ്ററിലാണ്. ഓക്കെ, എന്നാൽ വൻതോതിൽ ഉൽപ്പാദനം ആരംഭിച്ചത് 1854 മുംബൈയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാന പരുത്തി തുണി ഉൽപ്പാദന കേന്ദ്രം മുംബൈ ആയതിനാൽ ഈ നഗരത്തെ കോട്ടണോപോളിസ് എന്നറിയപ്പെടുന്ന നഗരം ഏതാ ചോദിച്ചു കഴിഞ്ഞാൽ മുംബൈയാണ്. ചോദ്യങ്ങൾ വന്നു കണ്ടിട്ടുണ്ട്. 1818 കൊൽക്കത്തയ്ക്ക് സമീപമുള്ള ഫോർട്ട് ഗ്ലാസ്റ്ററിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം എന്ന് പറയുന്നത്. ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം പരുത്തി തുണി വ്യവസായമാണ്. സ്റ്റേറ്റ്മെന്റ് നമ്പർ 1. ഇന്ത്യയിലെ ആദ്യത്തെ പരുത്തി തുണി മിൽ സ്ഥാപിതമായത് 1818 കൊൽക്കത്തയ്ക്ക് സമീപമുള്ള ഫോർട്ട് ഗ്ലാസ്റ്ററിലാണ്. സ്റ്റേറ്റ്മെന്റ് നമ്പർ 2. എന്നാൽ വൻതോതിൽ ആരംഭിച്ചത് 1854 മുംബൈയിലാണ്. അതുകൊണ്ടാണ് മുംബൈയെ കോട്ടണോപോളിസ് എന്നറിയപ്പെടുന്നത്. മുംബൈ പ്രധാന പരുത്തി തുണി വ്യവസായ കേന്ദ്രമായി മാറാൻ അനുകൂലമായ സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് നോക്കിയേ. സമീപ പ്രദേശങ്ങളിൽ നിന്ന് അസംസ്കൃത വസ്തുക്കളുടെ സുഗമമായ ലഭ്യതയാണ് ഈ ഒരു അസംസ്കൃത വസ്തുക്കൾക്ക് ഉള്ളത്. കുറഞ്ഞ നിരക്കിൽ ഊർജ്ജ ലഭ്യത, മുംബൈ തുറമുഖം കേന്ദ്രീകരിച്ചുള്ള കയറ്റുമതി സാധ്യതകളൊക്കെ ഇതിന് ഏറ്റവും വലിയ പ്രാധാന്യം മുംബൈയെ ഇതിൻ്റെ ഒരു കേന്ദ്രമാക്കി മാറ്റി. ശുദ്ധജല ലഭ്യത, മനുഷ്യവിഭവ ലഭ്യത. മുംബൈ കഴിഞ്ഞാൽ ഗുജറാത്തിലെ അഹമ്മദാബാദാണ് പ്രധാന പരുത്തി തുണി കേന്ദ്രം. അപ്പോൾ 1854 മുംബൈ കോട്ടണോപോളിസ് എന്ന് പറയുന്ന നഗരം ഏറ്റവും വലിയ കേന്ദ്രം. അത് കഴിഞ്ഞാൽ ഗുജറാത്തിലെ അഹമ്മദാബാദ് പ്രധാന പരുത്തി തുണി കേന്ദ്രമായി. മറ്റു പരുത്തി തുണി വ്യവസായ കേന്ദ്രങ്ങൾ നമുക്ക് ഈ ഭൂപടത്തിൽ നിന്ന് നോക്കി മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ചണം കൃഷിയും ചണ വ്യവസായവും ഇന്ത്യയിലെ ഏറ്റവും. അപ്പോൾ എന്താണ് യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് ഏതാണ്? പരുത്തിയാണ്. യൂണിവേഴ്സൽ ഫൈബർ എന്ന് അറിയപ്പെടുന്നത് പരുത്തിയാണ്. ചോദ്യം വന്നിട്ടുണ്ട് ഇതിന്ന്. അതുതന്നെ ചണം കൃഷി എന്താണ്? ഗോൾഡൻ ഫൈബർ. ഗോൾഡൻ ഫയർ സ്വർണ്ണ. എന്താണ്? ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത് എന്താണ്? യൂണിവേഴ്സൽ ഫൈബർ പരുത്തി, ഗോൾഡൻ ഫൈബർ ചണം. ഇതിലേറ്റവും വലിയ നാരുവിളയാണ് ചണം. ചൂടും ഈർപ്പമുള്ള സാഹചര്യങ്ങളിൽ ചണം വളർന്ന ഉയർന്ന താപനില 150 സെൻറ്റിമീറ്ററിൽ കൂടുതൽ ഉയർന്ന താപനില വേണം. 150 സെൻറ്റിമീറ്ററിൽ കൂടുതൽ മഴയും ചണം കൃഷിക്ക് അത്യന്താപേക്ഷിതമാണ്. നീർവാർച്ചയുള്ള എക്കൽ മണ്ണാണ് ഇതിന് വേണ്ടത്. പശ്ചിമ ബംഗാളിലെ ഗംഗപുത്ര ഡെൽറ്റ പ്രദേശമാണ് പ്രധാന ചണ ഉൽപ്പാദന മേഖല. പശ്ചിമ ബംഗാൾ ചോദ്യമാണ്. പശ്ചിമ ബംഗാളിലെ ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ പ്രദേശമാണ് പ്രധാന ചണ ഉൽപ്പാദന മേഖല. ഓക്കെ, താരതമ്യേന വില കുറഞ്ഞ നാരുകളാണ് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. ഓക്കെ, അന്താരാഷ്ട്ര വ്യാപാരത്തിൽ ഏറെ പ്രാധാന്യമുണ്ട്. ചണ ഉൽപ്പാദനത്തിൽ ഇന്ത്യയുടെ ലോകത്ത് 2ാം സ്ഥാനമാണുള്ളത്. അടുത്താണ് തേയില. എന്തായി തേയില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഏറ്റവും കൂടുതൽ തേയില എന്ന് പറഞ്ഞാൽ അതൊരു പാനീയ വിളയാണ്. ഏറ്റവും പാനീയ വിള. ഓക്കെ, തേയിലയും അതുതന്നെ കാപ്പിയും. ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. ആസാം, പശ്ചിമ ബംഗാൾ, കേരളം, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലായി ഇന്ത്യയിൽ തേയില ഉൽപ്പാദനം. അപ്പോൾ ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലുള്ള ചോദ്യങ്ങൾ ഈ ഒരു മേഖലയിൽ നിന്ന് വരാം. അപ്പോൾ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ഓക്കെ, ആസാം, പശ്ചിമ ബംഗാൾ, കേരളം, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലാണ് ഇന്ത്യയിലെ തേയില തോട്ടങ്ങളുള്ളത്. 200 മുതൽ 250 സെൻറ്റിമീറ്റർ വരെയുള്ള വാർഷിക വർഷപാതവും 25 സെൻറ്റിമീറ്റർ മുതൽ 30 സെൻറ്റിമീറ്റർ വരെ താപനിലയുമുള്ള കുന്നിൻ ചെരുവുകളാണ് തേയില കൃഷിക്ക് ഏറ്റവും അനുയോജ്യം. ജൈവാംശമുള്ള ജലവാർന്നു പോകാത്ത
പോകുന്ന ജൈവാംശമുള്ള ജലം വാർന്നു പോകുന്ന മണ്ണാണ് ഈ തോട്ടവിളയ്ക്ക് ആവശ്യം. ഓക്കെ, തേയിലത്തോട്ടങ്ങളിൽ ശേഖരിക്കുന്ന തേയില സമീപത്ത് തന്നെ ഫാക്ടറികളിൽ സംസ്കരിച്ച് വിപണനം ചെയ്യുന്നു. ഇന്ത്യയുടെ ഒരു പ്രധാന കയറ്റുമതി ഇനമാണ് തേയില എന്ന് പറയുന്നത് ഓർത്തിരിക്കുക. തേയില ഓക്കെ, അപ്പോൾ കയറ്റുമതി ഇനമാണ് തേയില. ഓക്കെ, 200 മുതൽ എന്താണ് ഇന്ത്യയിലെ തേയിലത്തോട്ടങ്ങൾ 200 മുതൽ 250 ഡിഗ്രി അല്ലെങ്കിൽ 200 മുതൽ 250 സെൻറ്റിമീറ്റർ വരെ വാർഷിക വർഷപാതവും 25 മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയുള്ള കുന്നിൻ ചെരുവുകളാണ് തേയില കൃഷിക്ക് അനുയോജ്യം. ചോദ്യമാണ്, സ്റ്റേറ്റ്മെൻറ്റ് ഇതിൽ വന്നിട്ടുണ്ട്. 200 മുതൽ 250 സെൻറ്റിമീറ്റർ വരെ മഴ വേണം, 25 മുതൽ 30 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെ താപനില വേണം. ജൈവാംശമുള്ള മണ്ണ് ജലം വാർന്നു പോകുന്ന മണ്ണാണ് ഈ തോട്ടവിളയ്ക്ക് ആവശ്യം. ഓക്കെ, ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. അടുത്താണ് കാപ്പി എന്ന് പറയുന്നത് ഒരു ഉഷ്ണമേഖലാ ചോദ്യമാണ്. ഒരു ഉഷ്ണമേഖലാ തോട്ടവിളയാണ് കാപ്പി. ഉൽപ്പാദനത്തിൽ ഇന്ത്യക്ക് 6ാം സ്ഥാനമാണുള്ളത്. കർണാടകം, കേരളം, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളായി പശ്ചിമഘട്ട മലനിരകളാണ് ഇന്ത്യയിലെ കാപ്പിത്തോട്ടങ്ങൾ. മിതമായ താപനിലയും ഉയർന്ന വർഷപാതവുമാണ് കാപ്പി കൃഷിക്ക് വേണ്ടത്. ഇതൊരു എന്താണ് ഉഷ്ണമേഖലാ തോട്ടവിളയാണ്. അന്താരാഷ്ട്ര വിപണിയിൽ ഏറെ ആവശ്യമുള്ള അറബിക്ക എന്ന മുന്തിയ ഇനം കാപ്പിക്കുരുക്കളാണ് ഇന്ത്യയിൽ മുഖ്യമായും ഉൽപ്പാദിപ്പിക്കുന്നത്. ആകെ ഉൽപ്പാദനത്തിൽ 3/2 ഭാഗവും കർണാടകത്തിൽ നിന്ന് ആണ്. കാപ്പിക്കുരു വിളവെടുത്ത ശേഷം ഫാക്ടറികൾ സംസ്കരിച്ച് വിപണനം ചെയ്യുന്നു. അപ്പോൾ അറബിക്ക എന്ന് പറയുന്നത് ഒരു മുന്തിയ ഇനം. അറബിക്ക എന്ന് പറയുന്നത് ഒരു മുന്തിയ ഇനം മുന്തിയ ഇനം കാപ്പിക്കുരുവാണ്. ഒരു ഉഷ്ണമേഖലാ തോട്ടവിളയാണ് കാപ്പിയുടെ ഉൽപ്പാദനത്തിൽ ഇന്ത്യ 6ാം സ്ഥാനം. കർണാടക, കേരള, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലായി പശ്ചിമഘട്ട മലനിരകളിൽ ഇന്ത്യയിലെ കാപ്പിത്തോട്ടങ്ങൾ മിതമായ താപനിലയും ഉയർന്ന വർഷപാതവുമാണ് കാപ്പി കൃഷിക്ക് വേണ്ടത്. അടുത്ത സുഗന്ധവിള എന്ന് പറയുന്നത് എന്താണ്? സുഗന്ധവിള ഏലം, കുരുമുളക്, ജാതി, ഗ്രാമ്പു, ഇഞ്ചി തുടങ്ങിയ സുഗന്ധവിളയ്ക്ക് പ്രാചീനകാലം മുതലേ പുകൾപ്പെട്ട രാജ്യമാണ് ഇന്ത്യ. ഏലം, കുരുമുളക്, ജാതി, ഗ്രാമ്പു, ഇഞ്ചി തുടങ്ങിയ സുഗന്ധവിളകൾക്ക് പ്രാചീനകാലം മുതലേ പുകൾപ്പെട്ട രാജ്യമാണ് ഇന്ത്യ. പശ്ചിമഘട്ട മലനിരകളാണ് സുഗന്ധവിള തോട്ടങ്ങൾ ഏറെയും തിരിച്ചിട്ടുള്ളത്. നീർവാർച്ചയുള്ള വനമണ്ണ്, മണൽമണ്ണ് എന്നിവയാണ് ധാരാളമായി മണൽ ലഭിക്കുന്ന ഉഷ്ണമേഖലാ കാലാവസ്ഥയാണ് ഇവിടുത്തെ അനുകൂല ഘടകങ്ങൾ. അപ്പോൾ പശ്ചിമഘട്ട മലനിരകളിലെ സുഗന്ധവിള തോട്ടങ്ങൾ ഏറ്റവും കൂടുതൽ കേന്ദ്രീകരിച്ചിട്ടുള്ളത് നീർവാർച്ചയുള്ള വനമണ്ണ്, മണൽമണ്ണ് എന്നിവയും ധാരാളം മണൽ ഉഷ്ണമേഖലാ കാലാവസ്ഥയുമാണ് ഇതിന് വേണ്ടത്. ഇനി കരിമ്പ് കൃഷി, പഞ്ചസാര കൃഷിയും ഇന്ത്യയിലെ ഉഷ്ണമേഖലാ വിളയായ കരിമ്പിന് ചൂടും മഴയുള്ള കാലാവസ്ഥയാണ് വേണ്ടത്. എന്താ വേണ്ടത്? കറുത്ത മണ്ണ്, എക്കൽ മണ്ണ് തുടങ്ങിയ മണ്ണിനങ്ങൾ കരിമ്പ് കൃഷിക്ക് അനുയോജ്യമാണ്. കരിമ്പ് ഉൽപ്പാദനത്തിൽ ഇന്ത്യക്ക് 2ാം സ്ഥാനമുള്ളത്. കരിമ്പ് കൃഷി ചെയ്യുന്ന പ്രദേശങ്ങൾ പഞ്ചസാര വ്യവസായ കേന്ദ്രങ്ങളും കാണിച്ചിട്ടുള്ളത്. കരിമ്പ് വിളവെടുത്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഫാക്ടറിയിൽ എത്തിച്ച് അതിൻ്റെ നീരെടുക്കുന്നു. അതില്ലെങ്കിൽ കരിമ്പിലെ സൂക്രോസ്, അപ്പോൾ കരിമ്പിൽ കാണപ്പെടുന്ന ഏതാണ്? സൂക്രോസ് ആണ്. സൂക്രോസിൻ്റെ അളവ് കുറഞ്ഞു തുടങ്ങും. ഓർത്തിരിക്കുക. നമുക്ക് പറയാനുള്ള എന്താണ്? റബ്ബർ. എന്താ റബ്ബറിൻ്റെ റബ്ബർ എന്ന് പറഞ്ഞത് എന്താണ്? റബ്ബർ 25 ഡിഗ്രി സെൽഷ്യസ് കൂടിയ താപനിലയും 150 ഡിഗ്രി സെൻറ്റിമീറ്റർ മുകളിൽ മഴയുമാണ്. 25 സെൻറ്റിമീറ്റർ സെൽഷ്യസിന് കൂടിയ താപനിലയും 150 സെൻറ്റിമീറ്റർ മുകളിൽ മഴയുമാണ് റബ്ബർ കൃഷിക്ക് അനുയോജ്യം. മറ്റു കൃഷികൾക്ക് പൊതുവേ അനുകൂലമല്ലാത്ത ലാട്രൈറ്റ് മണ്ണാണ് റബ്ബർ കൃഷിക്ക് ഏറ്റവും അനുയോജ്യം. കേരളമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. കേരളത്തിൻ്റെ ഒരു പ്രധാന വരുമാന സ്രോതസ്സാണിത്. തമിഴ്നാട് ചില ഭാഗങ്ങളിലും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലും ചെറിയ തോതിൽ റബ്ബർ കൃഷി വരുന്നുണ്ട്. അപ്പോൾ 150 സെൻറ്റിമീറ്റർ കൂടുതൽ മഴ, 25 സെൻറ്റിമീറ്റർ ഡിഗ്രി സെൽഷ്യസിന് മുകളിലെ ചൂട്. ഇനി എന്താണ് റബ്ബർ എന്ന് പറഞ്ഞാൽ? കടൽ കടന്നെത്തിയ റബ്ബർ. ബ്രസീലാണ് റബ്ബറിൻ്റെ ജന്മദേശം. ചോദ്യമാണ്, 1875 വില്യം ഹെൻറി എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരനായ 1875 ബ്രിട്ടീഷുകാരനായ വില്യം ഹെൻറിയാണ് ഇന്ത്യയിലേക്ക് ആദ്യമായി റബ്ബർ വൃത്തുകൾ കൊണ്ടുവന്നത്. മധ്യ തിരുവിതാംകൂറിലെ കുന്നിൻ ചെരുവുകളിൽ ആരംഭിച്ച റബ്ബർ കൃഷിയുടെ മലബാറിലേക്ക് ഉണ്ടായ കുടിയേറ്റത്തിലൂടെയാണ് വടക്കൻ ജില്ലകളിലേക്കും വ്യാപിച്ചത്. അപ്പോൾ ഒന്നും പറയാനില്ല. 1875 വില്യം ഹെൻറി എന്ന് പറയുന്ന വ്യക്തിയാണ്, ബ്രിട്ടീഷുകാരനായ സർ വില്യം ഹെൻറിയാണ് ഇന്ത്യയിലേക്ക് ആദ്യമായി റബ്ബർ വിത്തുകൾ കൊണ്ടുവന്നത്. ബ്രസീലാണ് റബ്ബറിൻ്റെ ജന്മദേശം എന്ന് പറയുന്നത്. ചോദ്യമാണ്, ഓർത്തിരിക്കുക. അപ്പോൾ 25 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 25 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ താപനില, 150 സെൻറ്റിമീറ്ററിന് മുകളിൽ മഴ വേണം എന്നാണ്. ലാട്രൈറ്റ് മണ്ണാണ് ഇതിന് അനുയോജ്യം. ഇനി ധാതുക്കളും ധാതു അധിഷ്ഠിത വ്യവസായങ്ങളും മിനറൽ ബേസ്ഡ് ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വൈവിധ്യമാർന്ന, അപ്പം നമ്മൾ കാർഷിക മേഖലയെക്കുറിച്ച് നമ്മൾ പഠിച്ചു. ഇനി വൈവിധ്യമാർന്ന ധാതു വിഭവങ്ങൾ കൊണ്ട് അനുഹൃതമായ രാജ്യമാണ് ഇന്ത്യ എന്ന് പറഞ്ഞത്. ഇന്ത്യയിലെ ധാതു കലവറ എന്നറിയപ്പെടുന്ന ഏതാണ്? അത് ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഇന്ത്യയിലെ ധാതു വിഭവങ്ങളുടെ ഏറിയ പങ്കും ഉപദ്വീപീയ പീഠഭൂമിയിലെ ആഗ്നേയകായാന്തര ശിലകളായി ബന്ധപ്പെട്ട് കാണപ്പെടുന്നു. കാർഷിക വിളകളുടെ കൃഷി അധിഷ്ഠിത വ്യവസായങ്ങളെപ്പോലെ തന്നെ ധാതു വിഭവങ്ങൾ വിവിധ ധാതു അധിഷ്ഠിത വ്യവസായങ്ങൾക്കും അതുപോലെ അസംസ്കൃത വസ്തുക്കൾ പ്രദാനം ചെയ്യുന്നു. ഇന്ത്യയിലെ വ്യവസായിക അടിത്തറ നിദാനമാകുന്ന ഇവിടുത്തെ ധാതു വിഭവങ്ങളാണ്. ഇന്ത്യയിൽ പ്രധാനമായും ധാതുക്കളെ വർഗീകരിച്ചിട്ടുള്ളത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് ധാതുക്കൾ എന്ന് പറഞ്ഞാൽ? ലോഹധാതുക്കളുണ്ട്, അലോഹധാതുക്കളുണ്ട്. ലോഹധാതുക്കൾ എന്ന് പറഞ്ഞാൽ ഇരുമ്പിൻ്റെ അംശമുള്ളവ, ഇരുമ്പിൻ്റെ അംശമില്ലാത്തവ. ഇരുമ്പിൻ്റെ അംശമുള്ളവാണ് ഏതൊക്കെയാണ്? ഇരുമ്പൈര മാംഗനീസ് ആണ് ഇരുമ്പിൻ്റെ അംശമുള്ളവ. ലോഹധാതുക്കളിൽ വരുന്നതാണ് ഇരുമ്പിൻ്റെ അംശമുള്ളവ. അത് ഇരുമ്പൈര മാംഗനീസ്. ഇരുമ്പിൻ്റെ അംശമില്ലാത്തവയാണ് ഏതൊക്കെ? സ്വർണം, വെള്ളി, ചെമ്പ്, ബോക്സൈറ്റ്. ഇനി അലോഹ ധാതുക്കൾ വരുന്നതാണ് ധാതു ഇന്ധനങ്ങൾ. അതിന് മറ്റു ധാതു ഇന്ധനങ്ങൾ ഏതൊക്കെയാണ്? കൽക്കരി, പെട്രോളിയം.
ധാതു ഇന്ധനങ്ങൾ ഏതൊക്കെയാണ്? കൽക്കരി, അതുപോലെ പെട്രോളിയം. മറ്റു ധാതുക്കളാണ് അഭ്രം എന്ന് പറയുന്നത്. അപ്പോൾ ധാതുക്കൾ നമുക്ക് രണ്ടായി ക്ലാസിഫൈ ചെയ്യാം. ലോഹധാതുക്കളും അലോഹധാതുക്കളും. ഏതൊക്കെയാണ്? ലോഹധാതുക്കളുണ്ട്, അതുപോലെ തന്നെ ലോഹധാതുക്കളും അതുപോലെ തന്നെ അലോഹധാതുക്കളും. ഈ ലോഹധാതുക്കളിൽ വരുന്ന രണ്ട് കാര്യങ്ങളാണ് ഇരുമ്പിൻ്റെ അംശമുള്ളവ, ഇരുമ്പിൻ്റെ അംശമില്ലാത്തവ. അപ്പോൾ ലോഹധാതുക്കളിൽ വരുന്ന രണ്ട് കാര്യമാണ് എന്തൊക്കെ? ലോഹധാതുക്കളിൽ വരുന്ന രണ്ട് ക്ലാസിഫിക്കേഷൻ: ഇരുമ്പിൻ്റെ അംശമുള്ളവ, ഇരുമ്പിൻ്റെ അംശമില്ലാത്തവ. ഇരുമ്പിൻ്റെ അംശമുള്ളവ ഏതൊക്കെയാണ്? ഇരുമ്പയിര്, അതുപോലെ തന്നെ മാംഗനീസ്. ഇരുമ്പയിര്, മാംഗനീസ് ആണ് ഇരുമ്പിൻ്റെ അംശമുള്ളവ. ഓക്കെ, ഇരുമ്പിൻ്റെ അംശമില്ലാത്തവ സ്വർണം, വെള്ളി, ചെമ്പ്, ബോക്സൈറ്റ്. ഇരുമ്പിൻ്റെ അംശമില്ലാത്തതാണ് സ്വർണം, ഓക്കെ, വെള്ളി, ചെമ്പ്, ബോക്സൈറ്റ്. ഇനി അലോഹധാതുക്കൾ, ഓക്കെ, ഏതൊക്കെയാണ്? ധാതു ഇന്ധനങ്ങൾ അല്ലെങ്കിൽ മറ്റു ധാതുക്കൾ. അലോഹധാതുക്കളിൽ ധാതു ഇന്ധനങ്ങൾ എന്ന് പറഞ്ഞാൽ കൽക്കരി, പെട്രോളിയം, മറ്റേത് അഭ്രം. ലോഹങ്ങളുടെ സ്രോതസ്സുകളാണ് ലോഹധാതുക്കൾ. ലോഹധാതുക്കളിൽ ഇരുമ്പിൻ്റെ അംശമുള്ളവയെന്നും അല്ലാത്തവയെന്നും നമുക്ക് തരംതിരിക്കാം. ഇന്ത്യയിലെ ചില പ്രധാന സ്രോതസ്സുകൾ നമുക്കൊന്ന് പഠിക്കാം. ഇരുമ്പയിരിൽ നിന്ന് ഇരുമ്പ് എന്ന ലോഹം വേർതിരിച്ചെടുക്കുന്നു. മാഗ്നറ്റൈറ്റ്, ഹെമറ്റൈറ്റ്, ലിമണൈറ്റ്, സിഡറൈറ്റ്. ഇതൊക്കെ ഇരുമ്പിൻ്റെ 4 തരം ഇരുമ്പയിർ നിക്ഷേപങ്ങൾ ഇന്ത്യയിൽ കാണപ്പെടുന്നു. മാഗ്നറ്റൈറ്റ്, ഹെമറ്റൈറ്റ്, ലിമണൈറ്റ്, സിഡറൈറ്റ് എന്നീ 4 തരം ഇരുമ്പയിർ നിക്ഷേപങ്ങൾ. അപ്പോൾ ഇരുമ്പയിരിൽ നിന്നാണ് ഇരുമ്പ് എന്ന് പറയുന്ന അയേൺ, ഓക്കെ, ഇരുമ്പയിരിൽ നിന്നാണ് ഇരുമ്പ് എന്ന് പറയുന്ന ലോഹം വേർതിരിക്കുന്നത്. ഓക്കെ, മാഗ്നറ്റൈറ്റ്, ഹെമറ്റൈറ്റ്, സിഡറൈറ്റ്, ലിമണൈറ്റ് എന്നിവ 4 തരം ഇരുമ്പയിർ നിക്ഷേപങ്ങൾ ഇന്ത്യയിൽ കാണപ്പെടുന്നു. ലോകത്തെ മൊത്തം ഇരുമ്പയിർ നിക്ഷേപത്തിൻ്റെ 20% ഇന്ത്യയിലാണ്. ഓക്കെ, ഇരുമ്പയിർ കയറ്റുമതിയിൽ ഇന്ത്യ 4ാം സ്ഥാനത്താണ്. ലോകത്തിൽ 20%, ലോകത്തിൽ മൊത്തം 20% ഇന്ത്യയിലാണ് ഇരുമ്പയിർ നിക്ഷേപം. ഏതൊക്കെയാണ് ഇരുമ്പിൻ്റെ അയിര്? എന്തൊക്കെയാണ്? മാഗ്നറ്റൈറ്റ്, ഹെമറ്റൈറ്റ്, ലിമണൈറ്റ്, സിഡറൈറ്റ്. ഓർത്തിരിക്കുക. ഓക്കെ, ഇരുമ്പിൻ്റെ അംശമുള്ളവ, ഇരുമ്പിൻ്റെ അംശമില്ലാത്തവ ലോഹധാതുക്കളിൽ വരുന്നു. ഇരുമ്പിൻ്റെ അംശമുള്ളവ ഏതൊക്കെയാണ്? അത് മാഗ്നറ്റൈറ്റ് അല്ലെങ്കിൽ ഇരുമ്പയിര്, മാംഗനീസ്. ഇരുമ്പിൻ്റെ അംശമില്ലാത്തവയാണ് സ്വർണം, വെള്ളി, ഓക്കെ, ചെമ്പ്, ബോക്സൈറ്റ്. ധാതു ഇന്ധനങ്ങൾ കൽക്കരി, അതുപോലെ പെട്രോളിയം. മറ്റു ധാതുക്കൾ ഏതാണ്? അഭ്രമാണ്. ഓർത്തിരിക്കുക. ഇനി എന്താണ് നമുക്ക് പറയാനുള്ളത്? ഇരുമ്പയിരിൻ്റെ കയറ്റുമതിയിൽ ഇന്ത്യ 4ാം സ്ഥാനത്താണ്. ഇന്ത്യയിൽ ഖനനം ചെയ്യുന്ന ഇരുമ്പയിരിൻ്റെ 50 മുതൽ 60% വരെ ജപ്പാൻ, കൊറിയ, യൂറോപ്യൻ രാജ്യങ്ങൾ, ഗൾഫ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നു. ഇരുമ്പയിരിൻ്റെ ആഭ്യന്തര ഉപയോഗം വർദ്ധിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ പ്രധാന ഇരുമ്പയിര് ഖനന മേഖലകൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഇരുമ്പയിര് ഖനന മേഖലകൾ ഏതൊക്കെയാണ്? പ്രധാന ഖനന മേഖലകൾ ഒഡീഷയിലെ സുന്ദർഖണ്ഡ്, മയൂർഭഞ്ച് ഝാർ. ഒഡീഷ സംസ്ഥാനത്തുള്ള സുന്ദർഖണ്ഡ്, മയൂർഭഞ്ച് ഝാർ ഇരുമ്പയിര് ഖനന മേഖലയാണ്. ജാർഖണ്ഡിലെ സിംഘം ദുർഗ്. ജാർഖണ്ഡിലെ അതുപോലെ ദുർഗ്. കർണാടകത്തിലെ ബെല്ലാരി, ചിക്മാംഗ്ലൂർ, ഷിമോഗ, ചിത്രദുർഗ്. ഗോവയിലെ മർമഗോവ. തമിഴ്നാട്ടിലെ സേലം, നീലഗിരി. അപ്പോൾ ഒഡീഷയിലേതാണ് സംസ്ഥാനം? ഒഡീഷയിലെ പ്രധാന ഖനന മേഖലയാണ് സുന്ദർഗഡ്, മയൂർഭഞ്ച് ഝാർ. അതുപോലെ ജാർഖണ്ഡിലെ സിംഘം, അതുപോലെ ദുർഗ്. കർണാടക ബെല്ലാരി, ചിക്മാംഗ്ലൂർ, ഷിമോഗ, ചിത്രദുർഗ്. അതുപോലെ ഗോവ, മർമഗോവ. തമിഴ്നാട് സേലം, നീലഗിരി. ഓർത്തിരിക്കുക. ഇനി എന്താണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായമാണ് ഇരുമ്പയിര്. ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായമാണ് ഇരുമ്പുരുക്ക് വ്യവസായം. ഇരുമ്പുരുക്ക് വ്യവസായശാലകളിൽ ആവശ്യമായ അസംസ്കൃത വസ്തുക്കളാണ് ഇരുമ്പയിര്, കൽക്കരി, മാംഗനീസ്, ചുണ്ണാമ്പ് കല്ല്, ഡോളമൈറ്റ്. ചോദ്യം സ്റ്റേറ്റ്മെൻറ്റ് ഇതിൽ വരാം. ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ? ഏതൊക്കെയാണ്? ഇരുമ്പയിരുണ്ട്, കൽക്കരിയുണ്ട്, മാംഗനീസ്. ഇരുമ്പയിര് ഒരു അസംസ്കൃത വസ്തുവാണ്. കൽക്കരി, ഓക്കെ, മാംഗനീസ്, ഡോളമൈറ്റ്, ചുണ്ണാമ്പ് കല്ല്. അതൊക്കെ നമ്മൾ ചിലപ്പോൾ വിട്ടുപോകും. അപ്പോൾ ഇരുമ്പയിര്, അതിന് കൽക്കരി, മാംഗനീസ്, ചുണ്ണാമ്പ് കല്ല്, അത് ഡോളമൈറ്റ്. ഇരുമ്പ് ഉരുക്ക് വ്യവസായത്തിലെ ഒരു പ്രധാന അസംസ്കൃത വസ്തുവാണ് കൽക്കരി എന്ന് പറയുന്ന സംഗതി. ഇന്ത്യയിലെ ഇരുമ്പയിര് നിക്ഷേപങ്ങൾ കൽക്കരി പാടങ്ങൾ സമീപത്തായി കാണപ്പെടുന്നു എന്നതാണ് വ്യവസായിക പ്രാധാന്യം അർഹിക്കുന്നത്. ഇനി ഓക്കെ, ഇരുമ്പുരുക്ക് ശാല സ്ഥിതി ചെയ്യുന്ന സ്ഥലം, അതുപോലെ സവിശേഷത. ഓക്കെ, ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി. ഓക്കെ, ജംഷഡ്പൂർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖലയിലെ ഇവിടെ ജംഷഡ്പൂർ. ടാറ്റ ജംഷഡ്പൂർ. ഓക്കെ, ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി, ടിസ്കോ, ജംഷഡ്പൂർ ജാർഖണ്ഡിലാണ് ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല. ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി, കുൾട്ടി അല്ലെങ്കിൽ പശ്ചിമ ബംഗാളിലെ കുൾട്ടി. ഓക്കെ, പൊതുമേഖലയിലെ ആദ്യ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ഏത്? ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. വിശ്വേശ്വര അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി എന്നുള്ള ഭദ്രാവതി, കർണാടകത്തിലാണ് ഭദ്രാവതി നദീതീരം. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ്, ഭിലായ് ഛത്തീസ്ഗഡ്. എന്താണ്? 1959 റഷ്യയുടെ സഹായത്താൽ നിർമ്മിക്കപ്പെട്ടു. അതുപോലെ തന്നെ റൂർക്കേല, സുന്ദർഗഡ് 1959 ജർമ്മനിയുടെ സഹായത്താൽ രൂപീകരിക്കപ്പെട്ടു. ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ്, ദുർഗാപൂർ. ഓക്കെ, പശ്ചിമ ബംഗാളാണ്. ഓക്കെ, യുകെയുടെ ബ്രിട്ടൻ്റെ സഹായത്തോടെ നിർമ്മിച്ചു. ബൊക്കാറോ റഷ്യയുടെ സഹായത്തോടെ 1964 രൂപീകരിച്ചു. അപ്പോൾ ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ചോദ്യങ്ങൾ. ഈ ഒരു ടേബിളിൽ നിന്ന് ചോദ്യങ്ങൾ ഇഷ്ടം പോലെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും വലിയ സ്വകാര്യ മേഖലയിൽ ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ്? ടാറ്റ ഇരുമ്പുരുക്ക് വ്യവസായശാല, ജംഷഡ്പൂരിലെ. പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ്? അത് ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. അത് എവിടെയാണ്? കുൾട്ടി, പശ്ചിമ ബംഗാൾ. ഏറ്റവും വലിയ സ്വകാര്യ മേഖലയിൽ ഏതാണ്? അത് ടാറ്റ. ഓക്കെ, പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായ ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ഏതാണ്? കുൾട്ടി, എവിടെയാണ്? പശ്ചിമ ബംഗാൾ. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഏതാണ്? വിശ്വേശ്വര അയൺ ആൻഡ് സ്റ്റീൽ. ഓക്കെ, ഓർത്തിരിക്കുക. ഇനി മാംഗനീസ്, ഇരുമ്പുരുക്ക് വ്യവസായത്തിൽ ഉപയോഗിക്കുന്ന പ്രധാന ലോഹധാതുവാണ്. ഓക്കെ, മാംഗനീസ്. അപ്പോൾ ഏതൊക്കെയാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതി? ഓക്കെ, കൽക്കരി, മാംഗനീസ്, ചുണ്ണാമ്പ് കല്ല്, ഡോളമൈറ്റ് എന്നിവയാണ് ഇരുമ്പയിര്.
ഇനി മാംഗനീസിനെ കുറിച്ച് എന്താ പറയുന്നത്? ഇരുമ്പുരുക്ക് വ്യവസായത്തിൽ ഉപയോഗിക്കുന്ന പ്രധാന ലോഹധാതുവാണ് മാംഗനീസ്. ഇരുമ്പയിര് നിക്ഷേപങ്ങൾ സമീപമായി മാംഗനീസ് നിക്ഷേപങ്ങൾ കണ്ടുവരുന്നുണ്ട്. ഇനി ഒഡീഷയാണ് ഉൽപ്പാദനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. കർണാടക, അതുപോലെ മഹാരാഷ്ട്ര, മധ്യപ്രദേശ് എന്നിവയാണ് പ്രധാന ഉൽപ്പാദന സംസ്ഥാനങ്ങൾ. ഇരുമ്പുമായി കലർത്തി സങ്കരലോഹങ്ങൾ നിർമ്മിക്കുന്നതിന് മാംഗനീസ് ഉപയോഗിക്കുന്നു. ധാതുക്കളുടെ ഉപയോഗം പ്രധാന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? സ്വർണ്ണം എന്ന സംഗതി, ആഭരണ നിർമ്മാണത്തിലാണ് സ്വർണ്ണം ഉപയോഗിക്കുന്നത്. പ്രധാന ഉൽപ്പാദന കേന്ദ്രം എന്ന് പറയുന്നത് കർണാടക. വെള്ളി എന്ന് പറഞ്ഞ സംഗതി, വെള്ളി ആഭരണ നിർമ്മാണം, ഇലക്ട്രോപ്ലേറ്റിംഗ്, ഫോട്ടോഗ്രഫി, ഇതിന് വെള്ളി ഉപയോഗിക്കുന്നു. രാജസ്ഥാൻ, ജാർഖണ്ഡ്, അതുപോലെ കർണാടകം. ചെമ്പ്, കോപ്പർ, വൈദ്യുതോപകരണ വ്യവസായങ്ങളിൽ ചാലകമായി ഉപയോഗിക്കുന്നു. ജാർഖണ്ഡ്, രാജസ്ഥാൻ, അതുപോലെ മധ്യപ്രദേശ്. ചെമ്പ്. ബോക്സൈറ്റ് സന്ധി, അലുമിനിയത്തിൻ്റെ അയിരാണ് ബോക്സൈറ്റ്. വിമാനം, വൈദ്യുതോപകരണങ്ങൾ, ഗാർഹിക ഉപകരണങ്ങൾ എന്നിവയ്ക്കായി ഉപയോഗിക്കുന്നു. ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ഒഡീഷ. അഭ്രം, വൈദ്യുതോപകരണ വ്യവസായങ്ങളിൽ ഇൻസുലേറ്ററായിട്ട് ഉപയോഗിക്കുന്നു. ആന്ധ്രാപ്രദേശ്, രാജസ്ഥാൻ, ജാർഖണ്ഡ്, ബീഹാർ. അപ്പോൾ സ്വർണ്ണത്തിൻ്റെ ഉപയോഗം എന്ന് വെച്ചാൽ ആഭരണ നിർമ്മാണം, വെള്ളിയുടെ ഉപയോഗം, ആഭരണ നിർമ്മാണം, ഇലക്ട്രോപ്ലേറ്റിംഗ്, അതുപോലെ തന്നെ ഫോട്ടോഗ്രഫി. ചെമ്പ്, വൈദ്യോപകരണ വ്യവസായങ്ങൾ ചാലകമായിട്ട് ഉപയോഗിക്കുന്നു. ബോക്സൈറ്റ്, അലുമിനിയത്തിൻ്റെ അയിരാണ് ബോക്സൈറ്റ്. വിമാനം, വൈദ്യോപകരണങ്ങൾ, ഗാർഹിക ഉപകരണങ്ങൾ എന്നിവയ്ക്കായിട്ട് ഉപയോഗിക്കുന്നു ബോക്സൈറ്റ്. അഭ്രം, വൈദ്യോപകരണ വ്യവസായങ്ങളിൽ ഇൻസുലേറ്ററായിട്ട് ഉപയോഗിക്കുന്ന അഭ്രമാണ് ഓർത്തിരിക്കുക. ഇനി ധാതു ഇന്ധനങ്ങൾ എന്ന് പറഞ്ഞാൽ കൃഷി, വ്യവസായം, ഗതാഗതം തുടങ്ങിയ വിവിധ മേഖലകളിൽ ഊർജ്ജാവശ്യങ്ങൾക്ക് നാം ആശ്രയിക്കുന്ന ധാതു വിഭവങ്ങളാണ് കൽക്കരി, പെട്രോളിയം, പ്രകൃതി വാതകങ്ങൾ എന്നിവയാണ് പ്രധാന ഊർജ്ജ വിഭവങ്ങൾ. ഇവയെ ഫോസിൽ ഇന്ധനങ്ങൾ എന്നറിയപ്പെടുന്നു. കൽക്കരി ഇന്ത്യയിലെ ഏറ്റവും മുഖ്യ ചോദ്യമാണ്. ഇന്ത്യയിലെ ഏറ്റവും മുഖ്യ താപോർജ്ജ സ്രോതസ്സാണ് കൽക്കരി. പ്രധാന വ്യാവസായിക ഇന്ധനമാണ് കൽക്കരി. രണ്ടും ചോദ്യമാണ്. ഇന്ത്യയിലെ മുഖ്യ താപോർജ്ജ സ്രോതസ് ഏതാ ചോദിച്ചു കഴിഞ്ഞാൽ കൽക്കരിയാണ്. പ്രധാന വ്യാവസായിക ഇന്ധനം ഏതാ ചോദിച്ചു കഴിഞ്ഞാൽ കൽക്കരി. ബിറ്റുമിനസ് വിഭാഗത്തിൽപ്പെട്ട ഇടത്തരം നിലവാരത്തിലുള്ള കൽക്കരിയാണ് ഇന്ത്യയിൽ കാണപ്പെടുന്നത്. ബിറ്റുമിനസ് കൽക്കരിയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ്, ഒഡീഷ, ഛത്തീസ്ഗഡ് എന്നിവയാണ് പ്രധാന ഉൽപ്പാദന സ്ഥാപനങ്ങൾ. ജാർഖണ്ഡിലെ ജാരിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഏതാണ്? ജാർഖണ്ഡിലെ ജാരിയാണ്. തമിഴ്നാട്ടിലെ നെയ്വേലി ലിഗ്നൈറ്റ് ഇന്ധന ക്ഷമത കുറഞ്ഞ കൽക്കരി കാണപ്പെടുന്നു. അപ്പോൾ തമിഴ്നാട്ടിലെ നെയ്വേലിയിലേതാണ് ലിഗ്നൈറ്റ്. തമിഴ്നാട്ടിലെ നെയ്വേലിയിലേതാണ് ലിഗ്നൈറ്റ് ഇന്ധനക്ഷമത. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കൽക്കരി വിഭാഗം ഏതാണ്? ബിറ്റുമിനസ് വിഭാഗത്തിലേക്ക്. ബിറ്റുമിനസ് വിഭാഗത്തിൽപ്പെടുന്ന ഇടത്തരം നിലവാരത്തിലുള്ള കൽക്കരിയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ്, ഒഡീഷ, ഛത്തീസ്ഗഡ് എന്നിവയുള്ള പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ. ജാർഖണ്ഡിലെ ജാരിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം. തമിഴ്നാട് നെയ്വേലി ലിഗ്നൈറ്റ് ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരി കാണപ്പെടുന്നു. അടുത്ത പെട്രോളിയം പ്രകൃതിവാതകവും എന്താ ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ഇതിനെക്കുറിച്ച് റോഡ്, റെയിൽ, വ്യോമ ഗതാഗത മേഖലകൾ മുഖ്യ ഊർജ്ജ സ്രോതസ്സാണ് പെട്രോൾ, ഡീസൽ തുടങ്ങിയ ഇന്ധനങ്ങൾ കൂടാതെ രാസവളങ്ങൾ, കൃത്രിമ റബ്ബറുകൾ, നാരുകൾ, വാസലിൻ ഇതൊക്കെ ഉണ്ടാക്കാൻ പെട്രോളിൽ നിന്ന് വേർതിരിച്ചിരിക്കുന്നു. ആസാമിലെ ഡിഗ്ബോയ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ പെട്രോളിയം ഖനനം ചെയ്തത്. ആദ്യ പെട്രോളിയം ഖനനം നടക്കുന്നത് ഏതാണ്? അത് ആസാമിലെ ഡിഗ്ബോയ് ആണ്. എന്നാൽ മഹാരാഷ്ട്രയിലെ മുംബൈ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം. അപ്പോൾ ആദ്യം ഖനനം നടക്കുന്നത് എവിടെയാണ്? ആസാമിലെ ഡിഗ്ബോയിലാണ് ആദ്യം ഖനനം നടക്കുന്നത്. എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം ഏതാണ്? അത് ബോംബെ ഹൈ അല്ലെങ്കിൽ മുംബൈ ഹൈ എന്നറിയപ്പെടുന്നത്. മഹാരാഷ്ട്രയിലെ മുംബൈ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം എന്നറിയപ്പെടുന്നത്. ഇതാണ് മുംബൈയുടെ ചിത്രം എന്ന് പറയുന്ന സംഗതി. പെട്രോളിയം ഖനനത്തോടൊപ്പം ലഭിക്കുന്ന ഇന്ധനമാണ് പ്രകൃതിവാതകം. ചിലയിടങ്ങളിൽ പ്രകൃതിവാതക നിക്ഷേപങ്ങൾ മാത്രമായി കാണപ്പെടുന്നു, പ്രത്യേകിച്ച് തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് തീരങ്ങളിൽ. ഓർത്തിരിക്കുക. അപ്പോൾ പെട്രോളിയം ഖനനത്തോടൊപ്പം ലഭിക്കുന്ന ഇന്ധനമാണ് പ്രകൃതിവാതകം. ചിലയിടങ്ങളിൽ പ്രകൃതിവാതക നിക്ഷേപങ്ങൾ മാത്രമായും കാണപ്പെടുന്നുണ്ട്, പ്രത്യേകിച്ച് തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് തീരങ്ങൾ. ആസാം, ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നിവയാണ് ഇന്ത്യയിലെ പെട്രോളിയം ഉൽപ്പാദക സംസ്ഥാനങ്ങൾ. ആസാമിലെ ഡിഗ്ബോയിലാണ് ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്യുന്നത്. ആസാമിലെ ഡിഗ്ബോയിലാണ് ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്യുന്നത്. അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലെ മുംബൈ ഹൈ എന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടമാണ്. ഈ ആണവധാതുക്കൾ ഏതൊക്കെയാണ്? യുറേനിയം, തോറിയം എന്നിവയാണ് പ്രധാന ആണവധാതുക്കൾ. ജാർഖണ്ഡ്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളായി സമ്പന്നമായ യുറേനിയം നിക്ഷേപമുണ്ട്. കേരളം, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങൾ തീരമണലിൽ കാണുന്ന മോണോസൈറ്റ്, അതിന് ഇൽമനൈറ്റ് എന്നീ ധാതുക്കൾ തോറിയം ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പോൾ മോണോസൈറ്റ്, ഇൽമനൈറ്റ്, തോറിയം ഉൽപ്പാദിക്കുന്ന ഇവിടുന്നാണ് മോണോസൈറ്റ്, ഇൽമനൈറ്റ് എന്നീ ധാതുക്കളിൽ നിന്ന് തോറിയം ഉൽപ്പാദിപ്പിക്കുന്നു. ഇന്ത്യയിലെ പ്രധാന ആണവോർജ്ജ നിലയങ്ങൾ ഏതൊക്കെയാണ്? താരാപൂർ മഹാരാഷ്ട്ര, റാവത്ത് ഭട്ട രാജസ്ഥാൻ, കൽപ്പാകം കൂടംകുളം എവിടെയാണ്? കൽപ്പാകം തമിഴ്നാട്, കൈഗ കർണാടക, കക്രപ്പറ ഗുജറാത്ത്, നറോറ ഉത്തർപ്രദേശ്. താരാപൂർ മഹാരാഷ്ട്രയിലെ താരാപൂർ, രാജസ്ഥാനിലെ റാവത്ത് ഭട്ട, തമിഴ്നാട്ടിലെ കൂടംകുളം, കർണാടകത്തിലെ കൈഗ, ഗുജറാത്തിലെ കക്കർപ്പാറ, നറോറ എന്നൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. താരാപൂർ എവിടെ? മഹാരാഷ്ട്രയിലെ, റാവത്ത് ഭട്ട രാജസ്ഥാനിലാണ്, കൽപ്പാകം കൂടംകുളം തമിഴ്നാടാണ്,
കൈക കർണാടകയാണ്, കക്കർപ്പാറ ഗുജറാത്തിലാണ്, നറാറ ഉത്തർപ്രദേശാണ്, UP കൂടംകുളം ആണവ നിലയം. ഈ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ ഏതൊക്കെയാണ്? കൽക്കരി, കൽക്കരി, പെട്രോളിയം തുടങ്ങിയ ധാതു വിഭവങ്ങളാണ് നാം ഏറെ കാലമായിട്ട് ഊർജ്ജാവശ്യങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരം ഊർജ്ജ സ്രോതസ്സുകളെ പാരമ്പര്യ സ്രോതസ്സുകൾ എന്ന് പറയുന്നു. എന്നാൽ ഇത്തരം ധാതുക്കൾ പുനഃസ്ഥാപിക്കപ്പെടാത്തതിനാൽ ഭൂമിയിൽ ഈ വിഭവങ്ങൾ ശുഷ്കിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം ഇന്ധനങ്ങൾ കത്തിക്കുന്നത് വൻതോതിൽ പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കുന്നു. ഇതിന് ബദലായി നാം ഇന്ന് പാരമ്പര്യേതര ഊർജ്ജസ്രോതസ്സുകൾ വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. തുടങ്ങിയ ഏതൊക്കെയാണ് പാരമ്പര്യേതര ഊർജ്ജസ്രോതസ്സുകൾ? ഏതൊക്കെയാണ്? കാറ്റിൽ നിന്ന് സൗരോർജ്ജം, അതുപോലെ തിരമാലയിൽ നിന്നുള്ള ഊർജ്ജം, വേലിയോർജ്ജം, ജൈവോർജ്ജം, ജൈവവാതകം എന്നിവയെല്ലാം ഇന്ത്യയിലെ പ്രധാന പാരമ്പര്യേതര ഊർജ്ജസ്രോതസ്സുകളാണ്. പുനഃസ്ഥാപിക്കുന്ന ശേഷിയുള്ളതും ചിലവ് കുറഞ്ഞതും പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്തതുമായി ഈ സ്രോതസ്സുകൾ ഇന്ത്യയിലേറെ പ്രാമുഖ്യം നൽകി വരുന്നു. കാറ്റാടിപ്പാടം, അതുപോലെ തന്നെ ഇവിടെ നോക്ക് തിരമാലയിൽ നിന്ന് തന്നെ സോളാർ എനർജി, ഇതൊക്കെ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളാണ്. ഓർത്തിരിക്കുക. അടുത്ത് എന്താ പറയാനുള്ളത്? ഗതാഗതം. എന്താണ് ഗതാഗതത്തെക്കുറിച്ച് പറയാനുള്ളത്? ഈ ചിത്രത്തിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും വൈവിധ്യമാർന്ന ഈ ഗതാഗത മാർഗ്ഗങ്ങൾ രാജ്യപുരോഗതിയെ പ്രകാരം ഇവിടെ നോക്ക് റോഡുണ്ട്, റെയിലുണ്ട്, വിമാനമുണ്ട്, കപ്പലുണ്ട്, ബോട്ടുണ്ട്. ഉൽപ്പാദന മേഖലകൾ ഒരുപാട് മേഖലകളുണ്ട്. ഉൽപ്പാദന മേഖലകൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ഉറപ്പാക്കുന്നതിനും ഉൽപ്പാദനങ്ങൾ ഉപഭോക്താക്കൾ ആവശ്യാനുസരണം എത്തിക്കാനും കാര്യക്ഷമമായ ഗതാഗത സംവിധാനം അനിവാര്യമാണ്. ഓരോ പ്രദേശത്തിൻ്റെയും ഭൗതിക സാഹചര്യങ്ങൾക്ക് ഇണങ്ങും വിധമാണ് ഗതാഗത മാർഗ്ഗങ്ങൾ. റോഡ് ഗതാഗതം എന്ന് പറഞ്ഞാൽ നമുക്ക് രാജ്യത്തെ അങ്ങോളം ഇങ്ങോളം വ്യാപിച്ച് കിടക്കുന്ന ഗ്രാമങ്ങളെയും നഗരങ്ങളെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാന മാർഗ്ഗം റോഡാണ്. അപ്പോൾ ഏതൊക്കെയാണ്? ദേശീയപാതകൾ, സംസ്ഥാന ഹൈവേകൾ, ജില്ലാ റോഡുകൾ, ഗ്രാമീണ റോഡുകൾ. ദേശീയപാതകൾ എന്ന് പറഞ്ഞാൽ രാജ്യത്തെ വിവിധ സംസ്ഥാന തലസ്ഥാനങ്ങൾ, പ്രധാന നഗരങ്ങൾ, തുറമുഖങ്ങൾ തുടങ്ങിയ കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡുകളാണ് ദേശീയപാതകൾ. ഈ റോഡുകളുടെ നിർമ്മാണ ചുമതല ആരാണ്? കേന്ദ്ര സർക്കാരിനാണ്. ദേശീയപാതകളുടെ നിർമ്മാണ ചുമതല കേന്ദ്ര സർക്കാരിനാണ്. സംസ്ഥാന ഹൈവേകൾ സംസ്ഥാന തലസ്ഥാനങ്ങളെ ജില്ലാ ആസ്ഥാനങ്ങളുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡുകളാണ് സംസ്ഥാന ഹൈവേകൾ. ഈ റോഡുകളുടെ നിർവഹണ ചുമതല സംസ്ഥാന സർക്കാരിനാണ്. ജില്ലാ റോഡുകൾ ജില്ലാ ആസ്ഥാനങ്ങളെ ജില്ലയിൽ പ്രധാനമായും കേന്ദ്രങ്ങളാക്കി ബന്ധിപ്പിക്കുന്ന ഈ റോഡുകൾ പരിപാലിക്കുന്ന ജില്ലാ പഞ്ചായത്താണ്. ഗ്രാമങ്ങളിലെ ആഭ്യന്തര സഞ്ചാരം ഉറപ്പാക്കുന്ന റോഡുകളാണ് ഗ്രാമീണ റോഡുകൾ. ഇന്ത്യയിൽ ആകെ റോഡ് ദൈർഘ്യത്തിൻ്റെ 80% ഏതാണ്? ഗ്രാമീണ റോഡുകളാണ്. ചോദ്യം വന്നിട്ടുണ്ട്. ഇതിൻ്റെ പരിപാലനമാരാണ്? അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. 80% റോഡും എങ്ങനത്തെ റോഡാണ്? ഗ്രാമീണ റോഡുകളാണ്. ഇതിൻ്റെ നിർമ്മാണവും പരിപാലനവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ചുമതലയാണ്. ഓർത്തിരിക്കുക. എന്താ പറയാനുള്ളത്? ഇന്ത്യയിലെ മെഗാ നഗരങ്ങളായ ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത എന്നിവിടങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് ഒരു 6 വരി പാത ഉണ്ടായി. അതിനെ സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ എന്ന് വിളിച്ചു വരുന്നു. നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് ഈ റോഡുകളുടെ ചുമതല. ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ പ്രൊജക്ട് അല്ലെങ്കിൽ സുവർണ ചതുഷ്കോണ ഹൈവേ ഏതൊക്കെ നഗരങ്ങളെ ബന്ധിപ്പിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ പറയുക? ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത. ഡൽഹി ഇവിടെ ഉണ്ട്, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത. ഇങ്ങനെ ഒരു ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ അങ്ങനെ ഇത് ഡൽഹി, ഇത് മുംബൈ, ഇത് ചെന്നൈ, ഇത് കൊൽക്കത്ത അങ്ങനെ അതുകൊണ്ടാണ് അതിനെ ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ പ്രൊജക്ട് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ എല്ലായിടത്തും റോഡ് സാന്ദ്രത ഒരുപോലെയല്ല. പ്രദേശത്തിൻ്റെ ഭൂപ്രകൃതിയും സാമ്പത്തിക വികസനവും തലവുമാണ് മുഖ്യമായും റോഡ് ശൃംഖലയുടെ വികസനത്തിൽ നിർണ്ണയിക്കുന്നത്. ഓർത്തിരിക്കുക. ഇനി റെയിൽ ഗതാഗതത്തെക്കുറിച്ച് എന്താ പറയുന്നത്? ഏഷ്യയിലെ ഏറ്റവും വലിയ റെയിൽ ശൃംഖലയാണ് ഇന്ത്യയിലുള്ളത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സംരംഭം കൂടിയാണ് ഇത് ഇന്ത്യൻ റെയിൽവേ. ഏറ്റവും വലിയ പൊതുമേഖലാ സംരംഭമാണ്. സഞ്ചാരത്തിനും ചരക്ക് ഗതാഗതത്തിനും ഒരുപോലെ പ്രധാനമാണ് റെയിൽ ഗതാഗതം. ഇന്ത്യയുടെ വ്യവസായിക വളർച്ചയ്ക്ക് നിർണായക സ്ഥാനമാണ് റെയിൽവേക്കുള്ളത്. 1853 ഏപ്രിൽ 1853 ഇന്ത്യയിലെ റെയിൽ ഗതാഗതം ആരംഭിച്ചത്. മഹാരാഷ്ട്രയിലെ മുംബൈ മുതൽ താനെ വരെയാണ് ഇതിൻ്റെ ഈ ഒരു യാത്ര ഉണ്ടായത്. 1853 ഇന്ത്യയിലെ റെയിൽ ഗതാഗതം മഹാരാഷ്ട്രയിലെ മുംബൈ മുതൽ താനെ വരെ. ഇനി എന്താ പറയാനുള്ളത്? കൊങ്കൺ റെയിൽവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1998 നിർമ്മാണം പൂർത്തീകരിച്ച് കൊങ്കൺ റെയിൽവേ ഇന്ത്യൻ റെയിൽവേ കൈവരിച്ച നേട്ടങ്ങൾ ഏറ്റവും ശ്രദ്ധേയമാണ്. മഹാരാഷ്ട്രയിലെ റോഹ മുതൽ കർണാടകയിലെ മംഗലാപുരം വരെ 760 കിലോമീറ്റർ. അപ്പോൾ മഹാരാഷ്ട്രയിലെ റോഹ മുതൽ കർണാടകയിലെ മംഗലാപുരം വരെ 760 കിലോമീറ്ററാണ് ആകെ നീളം. സഞ്ചാരപാത 146 നദികൾ പിന്നിട്ട് ഏകദേശം 2000-ലധികം പാലങ്ങൾ, 91 തുരങ്കങ്ങളുണ്ട്. ഏഷ്യയിലെ ഏറ്റവും വലിയ റെയിൽ തുരങ്കം ഇവിടെയാണ്. 65 കിലോമീറ്റർ. മഹാരാഷ്ട്ര, ഗോവ, കർണാടക എന്നീ സംസ്ഥാനങ്ങളെ മഹാരാഷ്ട്ര, ഗോവ,
കർണാടക എന്നീ സംസ്ഥാനങ്ങളിലെ ഒക്കെ ഈ സംസ്ഥാനങ്ങൾ ഈ സംരംഭത്തിൻ്റെ പങ്കാളിയാണ്. 1998 ഒക്കെ നിർമ്മാണം പൂർത്തീകരിച്ച കൊങ്കൺ റെയിൽവേ ഇന്ത്യൻ റെയിൽവേ കൈവരിച്ച ഏറ്റവും വലിയ നേട്ടമായത്. മഹാരാഷ്ട്രയിലെ റോഹ മുതൽ കർണാടകത്തിലെ മംഗലാപുരം വരെ 760 കിലോമീറ്ററാണ് ആകെ നീളം. ഓക്കെ, ഇനി എന്തൊക്കെയാണ് പാളങ്ങളുടെ നീളങ്ങൾ തമ്മിലുള്ള വ്യത്യാസം അനുസരിച്ച് ഓക്കെ റെയിൽ ഗേജിനെ ബ്രോഡ് ഗേജ്, മീറ്റർ ഗേജ്, നാരോ ഗേജ് എന്നറിയപ്പെടുന്നു. ബ്രോഡ് ഗേജ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പാളങ്ങൾ തമ്മിലുള്ള അകലം 1.676 മീറ്ററാണ്. ഓക്കെ, ഇന്ത്യയിൽ ഏറ്റവും അനുപാതിക ദൈർഘ്യം 74% ഈ ബ്രോഡ് ഗേജാണ്. 74% ബ്രോഡ് ഗേജാണ്. മീറ്റർ ഗേജ് എന്ന് പറഞ്ഞാൽ 1 മീറ്ററാണ്. 20% മീറ്റർ ഗേജാണ്. നാരോ ഗേജ് 5% മാത്രമേ ഉള്ളൂ. 0.762 അതിനെ 0.610. മീറ്റർ ഗേജ്, നാരോ ഗേജ് പാതകളെ ബ്രോഡ് ഗേജ് ആക്കി മാറ്റുന്നതിൽ കർമ്മപരിപാടികൾ റെയിൽവേ ഗതിയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ 74% എന്താണ് ബ്രോഡ് ഗേജാണ്. ബ്രോഡ് ഗേജാണ് ഇപ്പോൾ ഓർത്തിരിക്കുക. ഓക്കെ, ഇനി ജലഗതാഗതം എന്താ പറയാനുള്ളത്? വൻതോതിലുള്ള ചരക്ക് ഗതാഗതത്തിന് ഏറ്റവും യോജിച്ച മാർഗ്ഗമാണ് ജലഗതാഗതം. ഓക്കെ, ഏറ്റവും ചെലവ് കുറഞ്ഞ ഗതാഗത മാർഗ്ഗമാണ് ജലഗതാഗതം. ഏറ്റവും ചെലവ് കുറഞ്ഞ ഒരു മാർഗ്ഗമാണ് ജലഗതാഗതം. വൻതോതിലുള്ള ചരക്ക് ഗതാഗതത്തിന് ഉചിതം, പരിസ്ഥിതി മലിനീകരണം ഉണ്ടാകുന്നില്ല. അന്താരാഷ്ട്ര വ്യാപാരത്തിന് ഏറ്റവും യോജിച്ചത് ഇതാണ്. ഇനി ജലഗതാഗതത്തെ നമുക്ക് 2 ഡിവൈഡ് ചെയ്യാം. ഉൾനാടൻ ജലഗതാഗതം, അതിനെ സമുദ്ര ജലഗതാഗതം. നദികൾ, കായലുകൾ, കനാലുകൾ തുടങ്ങിയ ജലാശയങ്ങളിലൂടെയാണ് ഉൾനാടൻ ജലഗതാഗതം മുന്നോട്ട് പോകുന്നത്. ഇന്ത്യയിലെ താഴെ പറയുന്ന ജലാശയങ്ങളാണ് വൻതോതിൽ ഉൾനാടൻ ജലഗതാഗതം. ഏതൊക്കെയാണ്? ഗംഗ, ബ്രഹ്മപുത്ര നദികളും പോഷക നദികളും, ഗോദാവരി, കൃഷ്ണ നദികളും പോഷക നദികളും. ആന്ധ്ര തമിഴ്നാട് പ്രദേശത്തെ ബക്കിംഗ്ഹാം കനാൽ, ഗോവയിലെ വണ്ടോവി സുവാരി നദികൾ. ഗോവയിലാണ് വണ്ടോവി സുവാരി നദികൾ. കേരളത്തിലെ കായലുകൾ. 1986 ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ടത്. അപ്പോൾ 1986 ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ടത്. ഇന്ത്യയിലെ 5 പ്രധാനപ്പെട്ട ദേശീയ ജലപാതകൾ ഏതൊക്കെയാണ്? NW1 എന്ന് പറഞ്ഞാൽ ഗംഗാ നദിയിലെ അലഹാബാദ് മുതൽ ഹാൽഡിയ വരെ NW1. NW2 എന്ന് പറഞ്ഞാൽ ബ്രഹ്മപുത്രയിലെ സാദിയ മുതൽ ദുബ്രി വരെ NW2. NW3 എന്ന് പറഞ്ഞാൽ കേരളത്തിലെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ 205 കിലോമീറ്റർ. NW3 എന്ന് പറഞ്ഞാൽ NW4 എന്ന് പറഞ്ഞാൽ ഗോദാവരി, കൃഷ്ണ നദികളുമായി ചേർന്ന് കാക്കിനാട മുതൽ പുതുച്ചേരി വരെ NW4. NW5 പൂർവ്വതീര കനാലുമായി ബന്ധിപ്പിക്കുന്ന ബ്രാഹ്മണി മഹാനദി ഡെൽറ്റ. പൂർവ്വതീരവുമായി ബന്ധപ്പെട്ട NW5. അപ്പോൾ NW1 ഗംഗാനദിയിൽ അലഹാബാദ് മുതൽ ഹാൽഡിയ വരെ 1620 കിലോമീറ്റർ. NW2 എന്ന് പറഞ്ഞ NW2 ബ്രഹ്മപുത്ര നദിയിൽ സാധ്യ മുതൽ ദുബ്രി വരെ 891 കിലോമീറ്റർ. NW3 കേരളത്തിലെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാൽ 205 കിലോമീറ്റർ. NW4 ഗോദാവരി, കൃഷ്ണ നദികളുമായി ബന്ധിച്ച് കാക്കിനാട, പുതുച്ചേരി വരെയുള്ള കനാൽ 1995 മുതൽ 1095 കിലോമീറ്റർ. NW5 പൂർവ്വതീര കനാലുമായി ബന്ധിപ്പിക്കുന്ന ബ്രാഹ്മണി മഹാനദി ഡെൽറ്റ നദീ വ്യവസ്ഥ. സഞ്ചാരത്തിനും ചരക്ക് ഗതാഗതത്തിനും മാത്രമല്ല ഉൾനാടൻ മത്സ്യബന്ധനത്തിനും വിനോദസഞ്ചാരത്തിനും ഉൾനാടൻ ജലഗതാഗതം ഉപയോഗത്തിനും. സഞ്ചാരത്തിന് മാത്രമല്ല ഉൾനാടൻ മത്സ്യബന്ധനത്തിനും വിനോദസഞ്ചാരത്തിനും ഉൾനാടൻ ജലഗതാഗതത്തെ പ്രയോജനപ്പെടുത്തുന്നു. അടുത്ത് ഇന്ത്യയുടെ പടിഞ്ഞാറൻ കിഴക്കുമായി ഏകദേശം 12ഓളം പ്രധാന 13 ഉണ്ടെന്ന് തോന്നുന്നു. 13ാമത് ഒരു മേജർ പോർട്ട് തുറമുഖങ്ങളും 155ഓളം ചെറിയ തുറമുഖങ്ങളുണ്ട്. അന്താരാഷ്ട്ര വാണിജ്യത്തിൽ ഇന്ത്യയിലെ തുറമുഖങ്ങൾ ഏതൊക്കെയാണ്? കാണ്ഡ്ല തുറമുഖം, മുംബൈ, നവശേവ, മർമഗോവ, മംഗലാപുരം, കൊച്ചി, തൂത്തുക്കുടി, ചെന്നൈ, വിശാഖപട്ടണം, പാരദീപ്, ഹാൽഡിയ, കൊൽക്കത്ത. അതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർട്ടുകൾ. ആ പോർട്ടുകളൊക്കെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഈ ഒരു മേഖലയിലും. അതായത് പടിഞ്ഞാറൻ തീരപ്രദേശത്തും കിഴക്കൻ തീരപ്രദേശത്തുമുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർട്ടുകളാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഓർത്തിരിക്കുക. ഇനി എന്താ പറയാനുള്ളത്? വിഴിഞ്ഞം തുറമുഖ പദ്ധതിയെക്കുറിച്ച് എന്താ പറയാനുള്ളത്? വിഴിഞ്ഞം ആഴക്കടൽ വിവിധ ഉദ്ദേശ തുറമുഖ യാഥാർത്ഥ്യമാകുന്നതോടെ കേരളത്തിലെ 2 പ്രധാന തുറമുഖങ്ങളാകും. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോട് നടപ്പിലാക്കാൻ വിഭാവനം ചെയ്യുന്ന ഈ പദ്ധതിയുടെ ആദ്യഘട്ടം കണ്ടെയ്നർ തുറമുഖമായാണ് വികസിപ്പിക്കുന്നത്. അന്താരാഷ്ട്ര കപ്പൽപാതയോടെ ഏറ്റവും അടുത്ത് ചെയ്യുന്ന എന്നതും സ്വാഭാവിക ആഴം 24 മീറ്ററിൽ കൂടുതലാണെന്നും നിർദ്ദിഷ്ട തുറമുഖത്തിന് സവിശേഷതകളാണ്. വ്യോമഗതാഗതം. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ നിയന്ത്രണത്തിലാണ് ഇന്ത്യയുടെ വ്യോമഗതാഗതം. അതിന് കീഴിൽ 11 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളടക്കം 106 വിമാനത്താവളങ്ങളാണ് ഇന്ത്യയിലെ എയർ ഇന്ത്യ, ഇന്ത്യൻ എയർലൈൻസ് എന്നീ കോർപ്പറേഷനുകളാണ് യഥാക്രമം അന്താരാഷ്ട്ര ആഭ്യന്തര സർവീസുകൾ കൈകാര്യം ചെയ്യുന്നത്. നിരവധി സ്വകാര്യ കമ്പനികളും ഇന്ത്യയിൽ വിമാന സർവീസ് നടത്തുന്നുണ്ട്. വാക്കുകളുടെ വർണ്ണിക്കാനാവാത്തത്ര സമ്പന്നമാണ് ഇന്ത്യയുടെ വിഭവങ്ങളുടെ വൈവിധ്യം. നമുക്ക് മനസ്സിലായി. അപ്പോൾ നമ്മൾ നോക്കിയത് വളരെ വലിയ ഒരു ചാപ്റ്റർ, SCERT ചാപ്റ്ററാണ് സാമ്പത്തിക ഭൂമിശാസ്ത്രം. ഇന്ത്യ അല്ലേ? വളരെ വലിയ ഒരു ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം എന്ന് പറയുന്ന 10ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്റർ നോക്കിയത്. വളരെ വലിയ ചാപ്റ്ററാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ നോട്ട് ചെയ്യുക, പഠിക്കുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു SCERT ചാപ്റ്ററുമായി കാണാം. താങ്ക് യു.